ഒരു പ്രധാനപ്പെട്ട ആദ്യ വാർത്തയിലേക്ക് കടന്നാൽ മൂന്നാം ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച ഭീഷണി സന്ദേശങ്ങൾ ന്യൂസ് 18. തനിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിന്നവരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കും. പേടിപ്പിക്കാൻ നീയെന്നല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ട. നീ എന്തു ചെയ്താലും അതിൻ്റെ ബാക്കി താൻ ചെയ്യുമെന്നും അത് നിനക്ക് താങ്ങില്ലെന്നും സന്ദേശത്തിൽ പറയുന്നു. ഈ കേസ് കോടതിയിൽ വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ എന്നും നാട്ടിൽ വന്നാൽ കുറേ ആളുകളുമായി വീട്ടിൽ വരുമെന്നുമാണ് ഭീഷണി. അതേസമയം കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ നൽകും. 7 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടാണ് തിരുവല്ല കോടതിയെ സമീപിക്കുക. ഒപ്പം രാഹുലിൻ്റെ ഒരുപക്ഷെ മുൻകൂർ ജാമ്യ ഹർജിയും ഇന്ന് തിരുവല്ല കോടതിയിൽ നൽകിയേക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ഡാന്, ഈ തുടർച്ചയായ മൂന്നാമത്തെ സംഭവത്തിലും ഒരു തരത്തിലുമുള്ള സാമാന്യ മനുഷ്യൻ ചിന്തിക്കുന്ന തരത്തിലല്ല രാഹുലിൻ്റെ പെരുമാറ്റവും ചാറ്റുകളും മറ്റും. അയാൾ ഭീഷണിപ്പെടുത്തുകയാണ്. താൻ പിടിക്കപ്പെടുമെന്നും ഇയാൾക്കെതിരാകുമെന്ന് കാണുമ്പോഴൊക്കെ ഇയാളുടെ സംസാരമൊക്കെ അതിരുകടക്കുകയാണ്. എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ വല്ലാതെ ചിന്തിച്ചു പോകുന്ന കാലമാണ്. അത്രത്തോളം ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണങ്ങൾ അല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ നവംബർ മാസത്തിൽ ഈ ആദ്യ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു. അത് വലിയ തരത്തിൽ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിലാണ് വിദേശത്തായിരുന്ന ഈ മൂന്നാം കേസിലെ പരാതിക്കാരി നാട്ടിലേക്ക് എത്തുന്നത്. രാഹുലിനെ കാണാനായാണ് നാട്ടിലെത്തിയത്. അങ്ങനെ അവർ പാലക്കാടെത്തി രാഹുലിനെ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിട്ടും രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് അവഗണനയാണ് ഉണ്ടായത്. രാഹുലിൻ്റെ സുഹൃത്തുക്കളെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും അതേ നിലപാട്. അങ്ങനെ ഇതിനെല്ലാം ശേഷം എന്തുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്ന് ചോദിച്ച് തുടങ്ങിയ സംസാരമാണ് ഒടുവിൽ ഭീഷണിയിലേക്കും വെല്ലുവിളിയിലേക്കുമൊക്കെ പോകുന്ന തരത്തിലേക്ക് മാറിയത്. അതിൽ ഓരോ വാക്കുകളും വളരെ വ്യക്തമാണ്. കാരണം ഈ ഗർഭചിത്രം നടത്തേണ്ടി വന്നതിൻ്റെ വേദനയിൽ കഴിയുന്ന ഒരു യുവതിയോടാണ് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ എനിക്കെതിരെ പരാതിയുമായി മുമ്പോട്ട് പോയാൽ ഞാനത് താങ്ങും, പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ പോകുന്നത് നീ താങ്ങില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ. അത് കഴിഞ്ഞ് ആ കുടുംബത്തിന് കൂടി അതിൻ്റെ വില കൊടുക്കേണ്ടി വരും, ഞാൻ കുറേ ആളുകളുമായി വീട്ടിലെത്തും എന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് യുവതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചതെന്ന് കൃത്യമായി തന്നെ ഈ ചാറ്റുകളിൽ വ്യക്തമാണ്. അതോടൊപ്പം എന്നെ ഇല്ലാതെ എനിക്കൊന്നും നോക്കാനില്ല എന്ന പരാമർശം ആ ചാറ്റിലുണ്ട്. കോടതിയിൽ എത്തിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ. അതായത് കോടതി തനിക്ക് അനുകൂലമായ വിധി പറയൂ എന്ന ഒരു ഓവർ കോൺഫിഡൻസിൽ ഭീഷണിപ്പെടുത്താനുള്ളൊരു ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുടുംബത്തെ കൂടി, അതായത് ഈ ഇരയായ യുവതിയെ മാത്രമല്ല അവരുടെ കുടുംബത്തെ കൂടിയാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നാൽ അവർക്കത് താങ്ങാൻ കഴിയില്ല, അവരെ അടക്കം ഞാൻ കാണിച്ചു കൊടുക്കും എന്ന തരത്തിലുള്ള ഭീഷണിയുടെ സ്വരമാണ് ഈ വാക്കുകളിൽ. അതായത് നീ പ്രസ് മീറ്റ് നടത്തിക്കോളൂ, ബാക്കി ഞാൻ കാണിച്ചു തരാം എന്ന് കൃത്യമായി ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. നമുക്കറിയാം ഇങ്ങനെയൊരു ദുരവസ്ഥയിലൂടെ കടന്നുപോയ ഒരു യുവതി ഒരു തരത്തിലും ഇങ്ങനെയൊരു ഭീഷണി സമൂഹത്തിൽ ഇങ്ങനെ ഒരു സ്വാധീനമുള്ള വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നാൽ അവർ ഒരു തരത്തിലും ഒരു പരാതിയുമായി ഒരു നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്കും എത്തില്ല. കാരണം ഈ വാക്കുകൾ കേട്ടാൽ ആരും പകച്ചു പോകും. അത്തരത്തിൽ പകച്ചു കഴിയുകയായിരുന്നു യുവതി. പക്ഷേ ആദ്യ 2 കേസുകളിൽ ഇരയാക്കപ്പെട്ട യുവതികൾ പരാതിയുമായി നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ എത്തുകയും അവരുമായി ഈ മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി സംസാരിക്കുകയും അവരുടെ ദുരനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതിൽ നിന്നാണ് അവർ ധൈര്യം സംഭരിച്ച് പരാതിയുമായി മുമ്പോട്ട് വരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് അവർ SITക്ക് നേരിട്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രമാത്രം ക്രിമിനലായിട്ടാണ് ചിന്തിച്ചത് ഇങ്ങനെയൊരു വിഷയത്തിൽ ഇവരെ കൃത്യമായി നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് പരാതിയുമായി എത്താതിരിക്കാനുള്ള എത്ര വലിയ ശ്രമമാണ് അവർ നടത്തിയതെന്ന് വ്യക്തമാക്കുന്ന സന്ദേശങ്ങളാണ് പുറത്തു വരുന്നത്. ആദ്യ കേസിലെ പരാതിക്കാരിയോടും സമാനമായ തരത്തിലുള്ള ഭീഷണിയാണ് രാഹുൽ നടത്തിയത്. അത് നമ്മൾ നേരത്തെ കേട്ടതാണ്, ഞെട്ടലോടെ കേട്ടതാണ് കേരളം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കേസിലെ പരാതിക്കാരിയുമായി രാഹുൽ നടത്തിയ സംഭാഷണത്തിലെ ചാറ്റുകളുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഓരോ ആളുകളെ ഇരയാക്കുമ്പോഴും അതിനുശേഷം അവരെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന, വെട്ടിലാക്കാൻ കഴിയുന്ന ചില ഡിജിറ്റൽ തെളിവുകൾ രാഹുൽ കൈവശം വെച്ചതിന് ശേഷമാണ് അടുത്ത ഇരയിലേക്ക് പോയിരുന്നത് എന്നാണ്
നമുക്ക് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചനകൾ അന്വേഷണം ഇങ്ങനെയൊരു നിർണായക ഘട്ടത്തിലായതിനാൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അതേസമയം ഈ തിരുവല്ലയിൽ ഈ യുവതിയെ കൊണ്ട് മുറിയെടുപ്പിച്ച ഹോട്ടലിലെ രജിസ്റ്ററിൽ നിന്ന് രാഹുൽ BR എന്ന പേര് കൂടി അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് യുവതിക്കൊപ്പം രാഹുൽ BR എന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് കൂടി രജിസ്റ്ററിൽ അവിടെ രേഖപ്പെടുത്തിയതാണ് ഇവിടെ പ്രോസിക്യൂഷന് ഏറ്റവും വലിയൊരു തെളിവായി മാറാൻ പോകുന്നത്. അതോടൊപ്പം CCTV ദൃശ്യങ്ങൾ റിക്കവർ ചെയ്യാനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. അവരുടെ ടവർ ലൊക്കേഷൻ അടക്കം ഇരുവരുടെയും ടവർ ലൊക്കേഷൻ അടക്കം പോലീസ് പരിശോധിക്കാനും ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പക്കൽ യുവതിയുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദ സന്ദേശമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ആ ബലത്തിലാണ് താൻ ഈ കേസിൽ നിന്ന് പുറത്തു വരുമെന്ന് രാഹുൽ വാദിക്കുന്നതെന്നും പോലീസ് കരുതുന്നു. അതായത് അത് കൃത്യമായി തന്നെ നമ്മൾ തമ്മിലൊന്നും നടന്നിട്ടില്ലല്ലോ എന്ന തരത്തിൽ യുവതിയെ ഭീഷണിപ്പെടുത്തി ഈ സന്ദേശങ്ങൾ അയച്ചതിന് പിന്നാലെ രാഹുൽ യുവതിയെ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് രാഹുലിന്റെ കൈവശമുള്ളത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോണിലെ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ രാഹുൽ തയ്യാറാകാതിരിക്കുന്നത്. അതേസമയം അത് സയന്റിഫിക് പരിശോധനയ്ക്കായി ഫോറൻസിക് സംഘത്തിന് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി ആ ഫോണിലെ രാഹുലിന്റെ രഹസ്യങ്ങൾ മറനീക്കും. അത് കൃത്യമായി അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്യും. അതിനുള്ള ശ്രമം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കസ്റ്റഡി അപേക്ഷയിൽ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തിരുവല്ല കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ ഇന്ന് നീങ്ങുന്നത്. അതാണ് സാഹചര്യം. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. അതേസമയം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.